ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ഭാഗവത സംഗ്രഹമായ ശ്രീമന്നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ ദശകം 24 പ്രഹ്ലാദ ചരിതം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ഹിരണ്യാക്ഷേ പുത്രി പ്രവരവപുഷാ ദേവഭവദാ ഹതേ ശോകക്രോധഗ്ലിപിതധൃതിർയേദസ്യ സഗജഃ ഹിരണ്യപ്രാരംഭകശിപുർ അമരാരാതിസദസ്സി പ്രതിജ്ഞാം ആദീനേ തവ കില വധാർത്ഥം മധുരിപൂ. അല്ലയോ മുരഹന്താവായ ഗുരുവായൂരപ്പ, അവിടുന്ന് വരാഗമൂർത്തിയായി അവതരിച്ച് എത്രയോ ബലവാനായ ഹിരണ്യാക്ഷനെ വധിച്ചു. അതറിഞ്ഞ അവൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഹിരണ്യകശിപു ദുഃഖം കൊണ്ടും ക്രോധം കൊണ്ടും അമർഷം കൊണ്ടും മനസ്സമാധാനമില്ലാതെ അസുര സദസ്സിൽ വച്ച് നിന്തിരുവടിയെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തു പോലും. ശ്ലോകം 2. വിധാതാരം ഘോരം സകലോ തപസിത്വാന ചിരതഃ പൂരസാക്ഷാൽ കുർവൻ സുരനരമൃഗാദ്യർനിധനം വരം ലപ്ത്വാ ദൃപ്തോ ജഗതിക ഭവൻ നായകമിദം പരിക്ഷുന്ദൻ ഇന്ദ്രാത് അഹരദ ദിവം ത്വമഗണയൻ വിധാതാരം ഘോരം സകലോ തപസിത്വാന ചിരതഃ പൂരസാക്ഷാൽ കുർവൻ സുരനരമൃഗാദ്യർ അനിധനം വരം ലപ്ത്വാ ദൃപ്തോ ജഗതിഹ ഭവൻ നായകമിദം പരീക്ഷുന്ദൻ ഇന്ദ്രാത് അഹരദ ദിവം ത്വമഗണയൻ. ആ ഹിരണ്യകശിപു മന്ദര പർവ്വത്തിലെ ദ്രോണാചലത്തിൽ ചെന്ന് കഠിന തപസ്സാചരിച്ചു. ഊർത്തബാഹുവ നിന്നുകൊണ്ടും ആകാശത്തേക്ക് നോക്കി നിന്നുകൊണ്ടും പെരുവിരൽ ഊന്നി നിന്നുകൊണ്ടും പലതരത്തിലും ഉഗ്ര തപസ് ചെയ്തു. തൽഫലമായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് ചോദിച്ചു, എന്ത് വരമാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അസുരൻ പറഞ്ഞു, ദേവന്മാരിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ഒന്നും എനിക്ക് മരണം സംഭവിക്കരുത്. രാത്രിയിലോ പകലോ എനിക്ക് മരണം സംഭവിക്കരുത്. ഭൂമിയിലോ ആകാശത്ത് വച്ചോ മരണം പാടില്ല. ബ്രഹ്മാവ് വരം കൊടുത്തു മടങ്ങി. വരം വാങ്ങിയ ഹിരണ്യകശിപു ഗർഭിഷ്ഠനായി. അങ്ങയെ വകവയ്ക്കാതെ അങ്ങയുടെ രക്ഷയിലുള്ള ലോകത്തെ തകർക്കുകയും ദേവലോകത്ത് ചെന്ന് ഇന്ദ്രനിൽ നിന്ന് സ്വർഗം അപഹരിക്കുകയും ചെയ്തു. താനാണ് ലോകനാഥനെന്നും മറ്റൊരു നാഥൻ ലോകത്തിലില്ലെന്നും തന്നെ മാത്രം എല്ലാവരും വണങ്ങണമെന്നും അനുസരിക്കണമെന്നുമൊക്കെയുള്ള ശാഠ്യം തുടർന്നു പോന്നു. ശ്ലോകം 3. നികന്തും ത്വാം ഭൂയസ്തവ പദം അവാപ്തസ്യ ജരിപൂർ ബഹിർദൃഷ്ടൈർ അന്തർദതിത ഹൃദയേ സൂക്ഷ്മവപുഷാ
നദൻ ഉച്ചൈസ്തത്രാപി അഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയായാദം മത്വാ സകലോചിതകാശീ നിവവൃതേ. അനന്തരം ഹിരണ്യകശിപു അങ്ങയെ ഹനിക്കുന്നതിനായി വൈകുണ്ഠമെന്ന അങ്ങയുടെ ആസ്ഥാനത്ത് എത്തിച്ചേർന്നു. ശത്രുവായ അവൻ്റെ ഹൃദയത്തിൽ നിന്തിരുവടി സൂക്ഷ്മ ശരീരസ്ഥനായി പ്രത്യക്ഷത്തിൽ കാണപ്പെടാൻ കഴിയാത്ത വിധം മറഞ്ഞു. അവനാകട്ടെ അങ്ങയെ കാണാൻ കഴിയാത്തതിനാൽ നിരാശനായി. അവനെ ഭയന്ന് അവിടെ നിന്ന് എങ്ങോ ഓടി ഒളിച്ചുവെന്ന് കരുതി. അങ്ങയെ അന്വേഷിച്ച് വൈകുണ്ഠത്തിലും മറ്റെല്ലാ ലോകങ്ങളിലും ഗർജിച്ചു കൊണ്ട് ഓടി നടന്നിട്ടും കണ്ടു കിട്ടാത്തതിനാൽ വൈകുണ്ഠം ജയിച്ചു എന്ന ഗർവോടെ വിജയ അഭിമാനിയായി മടങ്ങി. ആസുരീഭാവത്തിൻ്റെ ഉടമയായതിനാലും അഹങ്കാരത്താലും ഭഗവാനെ കാണാനുള്ള കഴിവ് അവനുണ്ടായില്ല. നമസ്തേ. ബാക്കി ഭാഗം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.